ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം ആകർഷിക്കാനുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടൂളാണ്. ഇത് പരീക്ഷിച്ച് വിജയിച്ച ഒരു ടൂളാണ്. ഇതൊരു മാജിക്കോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ ഒന്നുമല്ല. ഇത് മനസ്സിൻ്റെ ശക്തി, നമ്മുടെ എനർജി, നമ്മുടെ തോട്ട്സിൻ്റെ വൈബ്രേഷൻ, നമ്മുടെ വിശ്വാസം, ഇതെല്ലാം ഒറ്റ ദിശയിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ യൂണിവേഴ്സിനോട് നമ്മൾ തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ അതിലൂടെ നമ്മൾ ഭാഗ്യം അല്ലെങ്കിൽ ധനം ആകർഷിക്കുന്ന ഒരു മെത്തഡാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വാതിൽ തുറക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് കാണണം. കാരണം ഇതിൽ നമ്മൾ പറയുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അവസാനം അഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് ഒരു സെൻറ്റൻസ് പോലുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ആദ്യമേ തന്നെ നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ട് പണം നമ്മളിലേക്ക് ഒഴുകി എത്താറില്ല എന്നുള്ള കാരണമാണ്. അത് അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ തെറ്റ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് നമ്മൾ അറിയണം. പലർക്കും പണം കിട്ടാത്തത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവസരമില്ലാത്തതിനാലോ അല്ലെങ്കിൽ സാധ്യതയില്ലാത്തതിനാലോ അല്ല. ഇതിന് കാരണം പണം കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ലോട്ടറി എടുത്തിട്ട് ഇതുവരെ അടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യം ലഭിക്കാൻ സാധ്യതയില്ല, പിന്നെ ഞാൻ സമ്പത്തിന് അർഹനല്ല, കാരണം എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ഭാഗ്യമില്ല, അതുകൊണ്ട് ഞാൻ സമ്പത്തിന് അർഹനല്ല. ഇത്തരം ചിന്തകൾ ഇങ്ങനെ പറയുന്നതല്ല, ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊരു നെഗറ്റീവ് വിശ്വാസമാണ്. യൂണിവേഴ്സ് എന്താണ്, ഇത് കേട്ടിട്ട് നമുക്കൊരു കാരണവശാലും നമുക്കിത് തരത്തില്ല. കാരണം നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, നാക്കുകൊണ്ട് പറയുന്നു എന്നുള്ളതിനേക്കാൾ നമ്മളിപ്പോൾ പറയുകയാണ് എനിക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ കൂടി, നമ്മുടെ തോട്ട് പ്രോസസ്സ് കൂടെ നമ്മൾ മാറ്റണം. അങ്ങനെ ആകുമ്പോഴാണ് എന്താണ് യൂണിവേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വാക്കുകളല്ല, പകരം എന്താണ്, നമ്മുടെ തോട്ട്സിന് ഓരോ വൈബ്രേഷനുണ്ട്. ഓക്കെ, ഓരോ വൈബ്രേഷൻ. അപ്പോൾ അത് ആണ് യൂണിവേഴ്സ് റിസീവ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചതിൻ്റെ റിസൾട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മളൊരു കാര്യം ഏറ്റവും വളരെ അധികമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളോടൊപ്പം അത് നിൽക്കുമെന്നുള്ളത്, അത് ലഭിക്കാൻ വേണ്ടിയിട്ട്, അത് സാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സ് എല്ലാം എന്താണ്, അത്രത്തോളം മാറിപ്പോകും അല്ലേ. അപ്പോൾ ആ തോട്ട്സിന് പവറുണ്ട്. ആ വൈബ്രേഷൻ, ആ വേവ് ലെങ്ത് കറക്റ്റ് ആവുമ്പോൾ ആണ് നമുക്കത് റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് വരുന്നത്. അപ്പോൾ നമ്മളെന്താണ്, ഫസ്റ്റ് നമ്മൾ ആ തോട്ട് പ്രോസസ്സ് മാറ്റണം. എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് മനസ്സിൽ നിന്ന് മാറ്റണം. എന്തുകൊണ്ട് കിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? കാരണം ഈ ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. ആ നമ്പർ നമ്മുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിൻ്റെ നമ്പറാണ് വരുന്നതെങ്കിൽ അല്ലേ, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് നറുക്കെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഈക്വലാണ് എല്ലാവർക്കും. ഈ ടിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്ന എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഈക്വലാണ്. പക്ഷേ ചിലർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ തോട്ട് പ്രോസസ്സിങ് പ്രോപ്പറായിട്ടല്ലെങ്കിൽ നമ്മളിലേക്ക് ഭാഗ്യം എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വൈബ്രേഷൻ മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറ്റണം. അപ്പോൾ അത് നമുക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതിനെക്കുറിച്ച് പല ഘട്ടങ്ങളിലായിട്ട് നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. ഓക്കെ, നമുക്ക് കിട്ടേണ്ട സാമ്പത്തികമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്ന് കൃത്യമായിട്ട് പറയണം. ഇന്നത്തെ കാര്യം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാമ്പത്തിക അനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഉറക്കെ പറയേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ പറയേണ്ടത് അപ്രതീക്ഷിതമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് യൂണിവേഴ്സിനോട് പറയുക. എന്താണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു, ഐ ബിലീവ് യൂണിവേഴ്സ് എന്ന് പറയുക. ഓക്കെ,
താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതിയിടാമോ, അപ്രതീക്ഷിത സാമ്പത്തിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. കാരണം നമ്മുടെ ആക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളത് ടൈപ്പ് ചെയ്യാനായിട്ട് പോകത്തുള്ളൂ, അല്ലേ? അത് യൂണിവേഴ്സിന് കൊടുക്കുന്ന, അതായത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക, ഒരു പേപ്പർ എടുത്ത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങളിത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതും. അപ്രതീക്ഷിത സാമ്പത്തിക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ എഴുതും. എന്നിട്ട് രണ്ടാമത് ഇത് നിങ്ങൾ ഉറക്കെ പറയുക. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. കാരണം അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിലാണല്ലോ അത് ഇടുന്നത്, അല്ലേ? അപ്പോൾ അത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും അത് റിസീവ് ചെയ്യും. കാരണം നമ്മുടെ ആക്ഷനുകളും ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തേത് വിഷ്വലൈസേഷനാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. 1 മിനിറ്റ് കണ്ണടച്ചിട്ട് മനസ്സിൽ ഈ ചിത്രം ഒന്ന് കൊണ്ടുവരിക. നിങ്ങൾ ലോട്ടറി പോയി തിരഞ്ഞെടുക്കുന്നു, ഒരു നമ്പർ നോക്കുന്നു. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പറയുന്നു, ഇതാണ് അടിക്കാനുള്ള ലോട്ടറി എന്ന് പറഞ്ഞ്, ഇതിനാണ് സമ്മാനം കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ലോട്ടറി എടുത്തിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത ദിവസം വൈകുന്നേരം റിസൾട്ട് വരുന്നു. നിങ്ങൾ റിസൾട്ട് നോക്കുന്നു. നിങ്ങളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ റിസൾട്ട് നോക്കി വരുന്ന നിങ്ങളുടെ നമ്പർ കാണുന്നു. അത് കാണുമ്പോഴുള്ള ഒരു ആഹ്ലാദം, നമ്മൾ പെട്ടെന്ന് ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ, ശരീരത്തിലുണ്ടാകുന്ന ഒരു വിറയൽ, അതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം. നമ്മൾ കുടുംബത്തോട് പറയുന്നു, ഇന്നത്തെ ലോട്ടറിയിൽ നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടിയെന്ന് പറയുന്നത്, അതൊരു വളരെ ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ആ ഇമോഷൻ സ്ട്രോങ് ആണെങ്കിൽ സമ്പത്തിൻ്റെ വഴികൾ അപ്പോൾ തന്നെ തുറന്നു തുടങ്ങും. ഓക്കെ, മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ അത് പറയുക, അപ്രതീക്ഷിതമായ സാമ്പത്തിക സ്രോതസ്സ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക. രണ്ടാമത് നിങ്ങളിത് വിഷ്വലൈസേഷൻ ചെയ്യുക. മൂന്നാമത് എന്ത് ചെയ്യുക? മൂന്നാമത്തെ അഫർമേഷൻ ഇങ്ങനെ പറയുക: പണം എനിക്ക് അപ്രതീക്ഷിത വഴികളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഭാഗ്യം എന്നിലേക്ക് സ്വാഭാവികമായി എപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമ്പത്തിൻ്റെ മാഗ്നറ്റാണ്. എൻ്റെ വൈബ്രേഷൻ സമ്പത്തിന് അനുകൂലമാണ്. ഭാഗ്യ അവസരങ്ങൾ എപ്പോഴും എന്നെ തേടിയെത്തുന്നു. ഇങ്ങനെ എപ്പോഴും പറയുക. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒന്ന് കമൻ്റായിട്ട് എഴുതിയിടും. ഞാൻ സമ്പത്തിൻ്റെ മാഗ്നറ്റാണ്, എന്നിലേക്ക് സമ്പത്ത് ആകർഷിച്ചുകൊണ്ടിരിക്കണം, ഞാൻ സമ്പത്തിൻ്റെ മാഗ്നറ്റാണ് എന്നൊന്ന് നിങ്ങൾ എഴുതിയിടും. അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഇവ ദിവസവും പറയണം കേട്ടോ. പുലർച്ചെയും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറയുക. ഇത് കൃത്യമായ ഒരു ഫീലോടുകൂടി പറയുക. ജസ്റ്റ് പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞു, ജസ്റ്റ് പറയുക എന്നതിനപ്പുറം നമ്മുടെ മനസ്സിലേക്ക് ആ ഫീൽ വരണം. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഡിറ്റാച്ച് ചെയ്യുക. ഇത് നമ്മുടെ മനസ്സിൽ നിന്നത് വിട്ടുകളയുക. അപ്പോൾ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും ശക്തമായ ഘടകം. ഈ വിഷ്വലൈസേഷൻ എല്ലാം ചെയ്തതിന് ശേഷം അതങ്ങ് വിട്ടുകളയുക. വീണ്ടും എനിക്ക് കിട്ടുമോ എന്നൊന്നും ചിന്തിക്കരുത്. അതിനുശേഷം ആ തോട്ട്സെ അങ്ങ് വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ചിലർക്കൊക്കെ ലോട്ടറി അടിച്ച് അവർ പറയും, ഞങ്ങൾ ആദ്യമേ നിന്ന് എടുത്തതാണ്. പക്ഷേ അവരതിൻ്റെ പുറകെ ഒന്നും പോകാറില്ല. എടുത്തു, റിസൾട്ട് വരുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ അവരെടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു തോട്ട്സ് ഉണ്ട്, കിട്ടും. അത് അവർ സംശയമില്ലാതെ അതെടുക്കുകയാണ്. ഓക്കെ, കിട്ടും, എനിക്കിതിനുള്ള സാധ്യതയുണ്ട്, കാരണം മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും, എനിക്കിത് കിട്ടും. അതിനുശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ചെടി കുഴിച്ചു വെച്ചതിന് ശേഷം, ഓക്കെ, ഒരു ദിവസം രാവിലെ നമ്മളൊരു ചെടി കുഴിച്ചു വെച്ചു. അതിനുശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്? എല്ലാ ദിവസവും അത് വളരുന്നുണ്ടോ എന്ന് അത് ചുവട് പറിച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ടോ? അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നത് നമ്മൾ നോക്കുന്നില്ല. സോ അങ്ങനെ നമ്മൾ കൂടുതലായ ഒരു ഉത്കണ്ഠ അതിനെക്കുറിച്ച് വേണ്ട. ഓക്കെ, അതിൻ്റെ വഴിക്ക് വളരാനായിട്ട് വിട്ടേക്കുക. അതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കേണ്ട. ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറയുക. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ താങ്ക്ഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, ഇതിനകം നിങ്ങൾക്കത് ലഭിച്ചതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുക.
നന്ദിയോടെ പോസിറ്റീവായിട്ട് മനസ്സ് വളരെ കാമായിട്ട് വെക്കുക. നിങ്ങൾ ടിക്കറ്റ് വാങ്ങുമ്പോൾ ഇതിന് ശേഷം ഇത്രയും നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ടിക്കറ്റ് വാങ്ങുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഈ ബ്ലെസ്സിങ്സ് സ്വീകരിച്ചിരിക്കുന്നു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ടിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്കൊരു പ്രൈസ് ലഭിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വൈബ്രേഷൻ സ്വയം ശരിയായ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിലീഫ്, ഈ തോട്ട് പ്രോസസ്സിങ് നമ്മളിത് 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, ത്രൂ ഔട്ട് ദ ഡേ നമുക്കത് വേണം. എങ്ങനെയാണ്? നമ്മളിപ്പോൾ രാവിലെ അഫർമേഷൻ ചെയ്തു, എന്നിട്ട് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിരിക്കുകയാണ്, അയ്യോ നാളെ എനിക്ക് ഇത്രയും 10,000 രൂപ വേണം, ഇത് എവിടെ നിന്ന് കിട്ടും, ആരും തരാനില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രാവിലെ നമ്മൾ ചെയ്ത ആ ഒരു വിഷ്വലൈസേഷനും അഫർമേഷനും ഒന്നും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ പോവുകയാണ്, അല്ലേ? അതാണ് പറഞ്ഞത്, നമ്മൾ ജസ്റ്റ് പറയുകയല്ല, നമ്മുടെ മനസ്സിന് ആ ഫീൽ ഉണ്ടാവണം. ആ ഒരു അപ്പോൾ നമ്മൾ ജസ്റ്റ് കാമായിട്ടിരിക്കും, എന്തിന് ഇന്നെനിക്ക് പൈസ കിട്ടും, നാളെ ഞാനത് കൊടുക്കും. ആ ഒരു ഫീല്, അത് ടോട്ടലായിട്ട് അത്തരം നെഗറ്റീവ് ഫീലിങ്സ് വീണ്ടും മനസ്സിലേക്ക് വരാതിരിക്കാനായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഒട്ടും തന്നെ പല പ്രാവശ്യം എടുത്തിട്ട് ഒരു പ്രാവശ്യം പോലും അടിക്കാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ തോട്ട്സിൻ്റെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ, ചിലർക്കൊക്കെ പ്രധാനമായിട്ട് ഈ അവസാനത്തെ 4 അക്കങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം 5000, 2000, 1000 ഒക്കെ വരുന്നത് 4 അക്കങ്ങൾക്കാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ചിലർക്ക് അവരെടുത്ത നമ്പറിൻ്റെ അവസാന 4 അക്കം, ഇപ്പോൾ 48, 50 എന്ന് വല്ലതാണെങ്കിൽ 48, 50 എന്നാണ് അക്കമെങ്കിൽ, ഈ 48-ൽ ഒരൊറ്റ ടിക്കറ്റിന് പോലും ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതുവരെ ഒരു നമ്പർ പോലും ഒത്തുവരാത്ത, ഇപ്പം 48-ലാണ് ആ പ്രൈസ് വന്നതെങ്കിൽ 48, 50 എന്നുള്ള നമ്പറാണെങ്കിൽ അവരെടുത്തിട്ടുള്ളത് 47, 46 ആയിരിക്കും. അവരെടുത്തിട്ടുള്ള ഈ 46 അല്ലെങ്കിൽ 47 എന്ന് പറയുന്നത് അതിനകത്ത് വന്നിട്ടേ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവരെടുത്ത നമ്പർ ആയിരിക്കാം സെയിം നമ്പർ അല്ലെങ്കിലും ആ എടുത്ത നമ്പറിൻ്റെ തുടക്കം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ കിട്ടിയാൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിന് നന്ദി പറയണം, താങ്ക് യു യൂണിവേഴ്സ്. എന്നിട്ട് 2ാമത്തെ ദിവസം വീണ്ടും ശ്രമിക്കുക. കാരണം അതൊരു ബിലീഫായിട്ട് നിങ്ങൾ എടുക്കുക. ഇതുവരെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ആ നമ്പറിനോട് യോജിച്ച ഒരു നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് നന്ദി പറയുക. അടുത്ത ടിക്കറ്റ് എടുക്കുക. അടുത്ത ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയൊരു എമൗണ്ട്, 500 അല്ലെങ്കിൽ 1000, ഇങ്ങനെ ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പറയുക, യൂണിവേഴ്സ് എനിക്ക് ഇത്ര എമൗണ്ട് വേണം എന്ന് പറഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുക്കുക. താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ഈ ബ്ലെസ്സിങ്സ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെടുക്കുക. അതിനുശേഷം എന്താണ്, അതങ്ങ് ജസ്റ്റ് മനസ്സിലൊന്ന് വിട്ട് കളയുക. വീണ്ടും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ പല വ്യക്തികളുമായിട്ട് ഇത് ഷെയർ ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത ദിവസം നിങ്ങൾക്ക് നല്ല ഒരു ലോട്ടറി ഭാഗ്യം ലഭിക്കുവാനായിട്ട്, ലോട്ടറി മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല രീതികളിലുള്ള അപ്രതീക്ഷിതമായ ധനവരവ് നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.